ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ നമ്മളിന്നൊരു മേക്കപ്പ് വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പ് ബോക്സ്. അപ്പോൾ നമ്മളിന്നൊരു മേക്കപ്പ് വ്ളോഗ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ തന്നെ ഫേസ് വാഷ് ചെയ്യുക, അതുപോലെ തന്നെ മോയ്സ്ചറൈസർ ഇടുക. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഞാനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, കാരണം ഒബ്വിയസ്ലി എല്ലാവർക്കും അറിയാം അതൊക്കെ. അപ്പോൾ നമ്മൾ ഫേസ് വാഷ് ഇട്ട് കഴുകുക, മോയ്സ്ചറൈസർ ഉപയോഗിക്കുക, അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഹിമാലയയുടെ ഫേസ് വാഷാണ്. അപ്പോൾ ഞാനതിൻ്റെ പിക്ചർ ഇവിടെ കൊടുക്കാം. ഏത് ഫേസ് വാഷ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഫേസ് വാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹിമാലയയുടെ തന്നെ ആയിരിക്കും. പിന്നെ മോയ്സ്ചറൈസർ ഞാൻ ഡോവിൻ്റെ മോയ്സ്ചറൈസറാണ് യൂഷ്വലി യൂസ് ചെയ്യുക, അതും ഞാൻ ഇവിടെ കൊടുക്കാം. പിന്നെ എന്നാൽ നമുക്ക് നമ്മുടെ മേക്കപ്പിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനെൻ്റെ മേക്കപ്പ് പെട്ടി തുറക്കാൻ പോകുന്നത് ഗൈസ്. എൻ്റെ മേക്കപ്പ് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, ഒന്നുമില്ല, അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ. അപ്പം നമുക്ക് മേക്കപ്പ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നൊരു ക്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റ് ടോണാണ്. വൈറ്റ് ടോൺ ഈ വൈറ്റ് ടോണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഏത് സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണ്. സോ നല്ലതായിരിക്കും. ഇതൊരുമാതിരി ട്യൂബ് പോലെയാണ് ഇത്. നമ്മളെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ക്രീം നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറൊരു സിമ്പിൾ മേക്കപ്പിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രീം തന്നെയാണ് വൈറ്റ് ടോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ട് യാതൊരു ഇതും നമുക്ക് വരത്തില്ല. സോ എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ പ്രോഡക്റ്റ് ചെറിയൊരു ഫൗണ്ടേഷൻ ഇടാം. ഫൗണ്ടേഷൻ വേണമെങ്കിൽ ഇടാം. ഞാനൊരു മേക്കപ്പ് ബ്ലോഗ് ആയതുകൊണ്ട് ഫൗണ്ടേഷൻ ഇട്ട് കാണിക്കാം. ലാക്മേയുടെ ഫൗണ്ടേഷനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പെർഫെക്റ്റിംഗ് ലിക്വിഡ് ഫൗണ്ടേഷൻ. നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ കുളിക്കണം. ഓക്കെ, അപ്പം നമ്മൾ നന്നായിട്ട് കുലുക്കി ഒക്കെ എടുത്തിട്ടുണ്ട്. ഒത്തിരി ഇടണ്ട, ഒരു ലിറ്റിൽ ബിറ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ ഫൗണ്ടേഷൻ കഴിഞ്ഞു. ഓക്കെ, ഫൗണ്ടേഷൻ ഇനി നമുക്ക് യൂസ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവർക്കും യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഉള്ള ഓരോരോ സാധനം. എനിക്ക് ബ്ലഷ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ ഇത്തിരി ബ്ലഷ് ഇടാനായിട്ട് എടുത്തിട്ടുണ്ട്. ബ്ലഷ് ഇട്ട് നോക്കാം. ഞാൻ സ്റ്റിക്കിട്ടാൽ മതി കൂടുതൽ. ഈ മേക്കപ്പ് ബ്ലോഗിൻ്റെ ഒരു കുറവ് വേണ്ടെന്ന് തോന്നി, അതുകൊണ്ട് എനിക്ക് വലിയ കാര്യമായിട്ട് ഇങ്ങനെ മേക്കപ്പിംഗ് ഒന്നും അറിയുന്നില്ല കേട്ടോ. എനിക്ക് അറിയുന്ന പോലെയൊക്കെ ഞാൻ ഇത് ചെയ്യുന്നതേ ഉള്ളൂ. നമ്മളിനി യൂസ് ചെയ്യാൻ പോകുന്നത് ഐലൈനറാണ്. അത് കാണിച്ചുതരാം. ഈ ഡാസ്ലർ ഐടെക്സ് ഇതാണ് എപ്പോഴും യൂസ് ചെയ്യാം. അപ്പം നമ്മളങ്ങനെ കണ്ണിക്ക് എഴുതി
ഇനി ഇനി ബാക്കിയുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിപ്സ്റ്റിക് എന്ന് നമുക്കതിടാം. ഫസ്റ്റ് ലിപ് ബാം ഇടാം. ഇതിവിടുത്തെ അടുത്ത കടയിൽ നിന്ന് മേടിച്ചത്, എനിക്കങ്ങനെ വലിയ ഇതൊന്നുമില്ല. ലൈക്ക് യു ബ്യൂട്ടി ലിപ് ബാം സ്ട്രോബെറി ഷൈൻ. ഇച്ചിരി ഇട്ടാൽ മതി. ഇനി നമുക്ക് ഇത് വന്നിട്ട് ഒരു വൈൻ ടച്ച് എന്നൊക്കെ എഴുതിയേക്കുന്നത്. ഇത് ലാക്മേയുടെ ആണ്. കളറൊന്നും കാണിക്കാം. ഒരു ഡാർക്ക് ബ്രൗൺ പോലത്തെ ഒരു കളറാണ്, നല്ല. അപ്പോൾ ലൈനറായിട്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ലിപ് ലൈനറായിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലിപ് ലൈനർ ഇട്ടു. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലടിക്കുന്ന ഒരു ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം. ഇത് ക്വീൻ ആൻഡ് കൊക്കോ ബ്രൈറ്റ് കളേഴ്സ്. ഇതും ഇവിടെ അടുത്ത് കടയിൽ നിന്ന് വാങ്ങിച്ചു. ഇത് നല്ല ലൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഈ രണ്ടാമത്തെ കളർ നല്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ്. അങ്ങനെ ഫൈനലി എൻ്റെ മേക്കപ്പ് ഇതാ കഴിഞ്ഞു. ഇതാണ് എൻ്റെ ഫൈനൽ മേക്കപ്പ് ലുക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയുള്ള വീഡിയോസാണ് വേണ്ടത് എന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അങ്ങനത്തെയൊക്കെ എന്നെക്കൂടെ പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യാം. സോ അപ്പം ഇതും അതുപോലെ തന്നെ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിരുന്നു. സോ എനിവേ, താങ്ക് യു സോ മച്ച് ആൻഡ് എഗെയിൻ സൈനിങ് ഫ്രം റോസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയുമായി നമ്മൾ കാണുന്നത് വരേക്കും. ചേട്ടാ, ബൈ.